നമ്മൾ അനി പറഞ്ഞിട്ട് വന്ന ആളല്ലേ. എനിക്ക് ഇത്തിരി വയ്യ. നമ്മളെ മാലിക് മുഹമ്മദ് ഹോസ്പിറ്റൽ അവിടെയാണ് സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും വയ്യ. ഒരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് ആ കാണുന്ന ആട്ടയും പിടിച്ചോണ്ട് പോവാം. ഓ മൈ ഗോഡിന്റെ ഈ അധ്യായത്തിൽ അസുഖം ബാധിച്ച ഒരാൾ ആശുപത്രിയിൽ പോകാൻ പരസഹായം തേടുകയാണ്. പറ്റുമോ? മാനം കെടുത്തരുത്. കയറി ഇരുന്നും പോയി. ഒട്ടും പരിചയമില്ലാത്ത ആളിന്റെ കൂട്ടിരിപ്പുകാരനായി എത്തുന്ന ആളിന് എന്തൊക്കെ കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും? കാത്തിരുന്ന് കാണാം തമാശ നിറച്ച ഓ മൈ ഗോഡ് പ്രാങ്ക് കഥ. കൂടെ വന്നാണോ? എന്റെ പേരെന്താ? നിങ്ങൾക്ക് അറിഞ്ഞില്ലേ രോഗിയുടെ പേര്? വീടിന്റെ അടുത്തുള്ളതാണോ? ആണോ? എന്ത് പറ്റി? എന്താ പറ്റിയതാ? റിസൾട്ട് അവിടെ ആയിപ്പോയി. അല്ലാതെ ഡോക്ടറിനെ കാണാൻ പറ്റുമോ? ഇല്ല, റിസൾട്ട് വേണം. ആട്ടോറിക്ഷയിലായിപ്പോയി. ഡോക്ടറെ കാണിച്ചോണ്ടിരിക്കായിരുന്നു അവിടെ. ഡോക്ടറെ നസറുള്ള കഴിച്ച അതിലോട്ട് ഇരിക്കുകയാണ്. പിടിച്ചെടുത്ത് എന്നാലും ഒരു ഉത്തരവാദിത്തം വേണ്ട ചേട്ടാ. ഒരാളെ കൊണ്ടുവരുമ്പോ ഒറ്റയ്ക്ക് അവൻ പോലും ഇറങ്ങിയില്ല. സീറ്റിലങ്ങ് വെച്ചൊക്കെ ഇതിനെ പിടിച്ച് വണ്ടിയിൽ പൈസ കയറ്റി എടുത്തപ്പോ അവൻ വണ്ടി വിറ്റ് പൈസ കൊടുത്തു. വന്നായിരുന്നാ? കൊണ്ടുവന്നായിരുന്നാ? അല്ല, റിസൾട്ട് കൊണ്ടുവന്നായിരുന്നാ? റിസൾട്ട് കൊണ്ടുവന്നായിരുന്നാ? ഇല്ല, പറയുന്ന കേൾക്കുന്നില്ല. പറയുന്ന കേൾക്കുന്നില്ല. ഇതിപ്പോ വണ്ടിയിൽ ഞാൻ ഇദ്ദേഹത്തിന് ഇറക്കിയപ്പോഴത്തേക്ക് വണ്ടിയിൽ വെച്ചിട്ടാണ് ഒറ്റയ്ക്കല്ലേ ഇറങ്ങിയത്. അപ്പൊ ഇറങ്ങി വണ്ടി വീസയിൽ കയറ്റിയപ്പോഴത്തേക്ക് വണ്ടി വിട്ടങ്ങ് പോകാം. ഒരു പൈസ അതിനിപ്പം കൊടുത്തു. അപ്പൊ ഞങ്ങൾ എന്തിനു ചെയ്യണം? കൊണ്ടുവരാം. ഇപ്പം അല്ലെങ്കിൽ ഒരു ആട്ടോ സംഘടിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ആംബുലൻസ് തന്നിട്ടാ. ഞങ്ങൾ ആംബുലൻസ് തന്നിട്ട് ഇനി ഞങ്ങൾ ഓട്ടോടെ പിടിച്ചു തരണോ? നിങ്ങൾ സാഹചര്യം ഒന്ന് മനസ്സിലാക്ക്. ഒന്ന് സഹായിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വന്നില്ല. അദ്ദേഹത്തിന് ഞാൻ എങ്ങനെയും വണ്ടിയിൽ കയറ്റി വണ്ടി സീറ്റിലിരിക്കുകയാണ്. രണ്ടുപേരെ ഉള്ളായിരുന്നു, വേറൊരു കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ വണ്ടിയിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ വണ്ടി അതിനുമ്പോ പൈസ കൊടുത്തു. അപ്പം വണ്ടി വിട്ട് അങ്ങ് പോയി. അത് എടുക്കുന്നതിന് പോയി. ഞാൻ ഈ പേര് ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി ഒരു വീല് കറങ്ങുന്നില്ല. അപ്പൊ ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി പേര് കൊണ്ട് നിർത്തിയിരുന്നു. എന്ത് ചെയ്യാൻ ഇപ്പൊ കൊണ്ട് തരാം. റിസൾട്ട് കൊണ്ടുവരുമോ? ഇനി ചേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നിട്ടാണ് ഇദ്ദേഹത്തിനെ കാണിക്കുന്നത്. അപ്പോഴേക്ക് ഡോക്ടർ പോയി എന്ത് ചെയ്യും? ഇദ്ദേഹം വന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും നല്ല ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ റിസൾട്ട് വേണ്ടേ? പൊന്നു സിസ്റ്ററെ, അതിനകത്ത് വണ്ടിയിലുണ്ട്. പക്ഷെ ഇപ്പം വണ്ടി വിട്ടു. ചേട്ടൻ അറിയാം ഈ കക്ഷിക്ക് എന്തൊക്കെ, ഈ പേഷ്യന്റ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ അറിയാൻ പറ്റുമോ? ഇപ്പൊ എന്തുവാണെന്ന് പറയും ചേട്ടൻ. എന്തുവാണെന്ന് പറയും ഡോക്ടർ ഇപ്പൊ കൊണ്ടു ചെന്നിട്ട് ഇപ്പൊ എന്ത് പറയും? അതിനുള്ള ടെസ്റ്റ് നമ്മളതിലുണ്ടോ? ഇല്ലല്ലോ. ഹിപ്പോപ്പൊട്ടാമസിന്റെ ടെസ്റ്റ് ഉണ്ടോ നമ്മളതിലുണ്ട്? പിന്നെ ഹൈപ്പർ ടെൻഷൻ. പിന്നെന്താ? സ്മോക്കിംഗ് ഫീലിയോ? അല്ല, നിങ്ങൾ പറയുന്നത് സ്മോക്കിംഗ് ഫീലിയോ എന്ന് പറഞ്ഞൊരു രോഗം ഞങ്ങൾ കേട്ടില്ല. ആയിക്കോട്ടെ, അതിന്റെ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയും. ഞാൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവുണ്ടെന്ന് വല്ലതും കുത്തിവെച്ച് തത്താൻ ഞങ്ങളെ ഉത്തരം പറയണോ? ആണോ? വലിവുണ്ടോ? കുറച്ച് വലിക്കും. റിസൾട്ട് എടുക്കാൻ വന്നേക്കണ് ഡോക്ടറെ കാണാൻ. ഈ രോഗി ഇവിടെ കൊണ്ടാക്കിയിട്ട് ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പറ്റില്ലെന്ന് നോക്കട്ടെ. ഇരിക്കും കേട്ടോ. ഹലോ, ജയ, നമ്മളെ ആട്ടോ ശൈലന്റെ നമ്പർ ഒന്ന് തരുമോ? ഹലോ, ഞാൻ അണ്ണനാണ്. ആ ശൈലന്റെ വണ്ടിയിലായിപ്പോയി ഫയല്. അവൻ്റെ കാര്യത്തിൽ ഫയൽ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ട മാലിക്കിൻ്റെ ആശുപത്രിയിലോട്ട്. ഞാൻ ഒരു അണ്ണനെ കൊണ്ടുവന്ന് ഒന്ന് എളുപ്പം പോട്ടെ, എല്ലാം പോട്ടെ. അവിടെ ഡോക്ടർ പോയാൽ പിന്നെ കിട്ടത്തില്ല. ശരി. നമുക്ക് സ്വന്തം അനിയൻ തന്നെയല്ലേ?
സിസ്റ്റർമാരൊക്കെ ജാടകളെ കണ്ടിട്ട് ഇത് കൊണ്ടുവരാനാണ്. വല്ലതും ഞാൻ നടക്കുവോ? അങ്ങോട്ട് വന്നേ. വരുവോ? വരും വരും. നടക്കുവോ? ഡോക്ടർ പോയി കഴിഞ്ഞാൽ രക്ഷയില്ല. പിന്നെ ഞങ്ങളെ കുറ്റം പറയല്ലേ? നേരത്തെ തുണ്ടുണ്ട്, പിന്നെ ഇപ്പോഴും തുണ്ട് എഴുതുന്നു. ചേട്ടാ തുണ്ടും കൊണ്ട് എഴുതിട്ട് കാര്യമുണ്ട്. റിസൾട്ട് ഡോക്ടർ പോയി എന്ത് ചെയ്യും? ഡോക്ടർ ഇത്ര സമയം വരെ ഉള്ളൂ. അതെ, ഞാൻ ഡോക്ടറെ കാണാല്ലോ. ആദ്യം നമ്പർ തന്നല്ല, അത് നിങ്ങൾ തപ്പി നോക്കിയോ ഇത്ര സമയമായിട്ട് മണിക്കൂർ തന്നാൽ അതെടുത്തതിന് ഒരു താമസമൊന്നുമില്ല. മനസ്സിലാക്കി ഒരാളെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാം. വണ്ടിക്കാരൻ പോയി സഹായിച്ചില്ല. അവർ വണ്ടിക്ക് കൊടുത്തോണ്ട് അവൻ വണ്ടി എടുത്തോണ്ട് പോയി. ഇപ്പം ഞാൻ ഇത് രണ്ടുകൾ എടുക്കണം. അപ്പോൾ രോഗിയും പിടിക്കണം, ഈ ഫയലുകൾ എടുക്കാൻ. അപ്പോൾ വണ്ടി എന്തായാലും അവിടെ കിടക്കും. രോഗിയെ കൊണ്ടുവരുമ്പോൾ ഒരു വണ്ടി ഇവിടെ കിടക്കും. അങ്ങനെയാണ് സാധാരണ പതിവ്. പിന്നെ ഓട്ടോ ഞങ്ങളാണ് പിന്നെ ഓട്ടോക്കാരെ പറഞ്ഞു വിട്ടത്. പറഞ്ഞു വിട്ടില്ല. നമ്മൾ പറഞ്ഞ പിന്നെ അല്ല ചേട്ടന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ നോക്കൂ. ഒരു പറയുന്ന മര്യാദ ഉണ്ട്. നിങ്ങൾ ആദ്യം ചെന്നക്കാരനെ കാട്ടി പിന്നെ നിങ്ങൾ അങ്ങ് ചൂടാവില്ല. ആ ഇതിൽ ആശിൻ്റെ ദിവസം മറ്റൊന്നും കൊണ്ടുവരുന്നതല്ലേ, കളഞ്ഞിട്ട് പോയി. ഓടിയോ ആരാണെന്തോ. അയ്യോ 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 സീരിയസ് കേട്ടാ. അയ്യോ പെട്ടെന്ന് ആക്സിഡന്റ് ആക്സിഡന്റ്. ഓ ഓ ഡോക്ടറെ വിളിക്കും. ഡോക്ടർ ഡോക്ടർ വിളിക്കട്ടെ. തിരിച്ചു കിടക്കും. തിരിച്ചു കിടക്കും. ഇവിടുത്തെ അപ്പ സൈഡിൽ നിന്ന് പിടിച്ചോളൂ. ഉണ്ടല്ലോ നീ എങ്ങനെ പ്രശ്നം ആക്സിഡന്റ് തന്നെ കേട്ടോ. അയ്യോ നല്ല ഹെവി ബ്ലീഡിംഗ് ഉണ്ടല്ലോ. പെട്ടെന്ന് ക്യാഷ് നിങ്ങൾ ഇവിടെ നിൽക്കേ. ഇവിടെ ഇത് എഴുതി 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 ഓ പി ടിക്കറ്റ് എഴുതേ. ഞങ്ങൾ കൊണ്ടുപോ ഓ പി ടിക്കറ്റ് എഴുതാം. ആക്സിഡന്റ് പറ്റി തന്നെ കേട്ടാ. ആദ്യം വിളിച്ചു 95 ഞാൻ വിളിച്ചാൽ മതി. റിസൾട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്നായിരുന്നോ? അവിടെ ഇരിക്കും അവിടെ ഇരിക്കും അവിടെ ഇരിക്കും. എന്താണ് ഞങ്ങൾ കറക്റ്റ് റിസൾട്ട് ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ പരിശോധിക്കുന്നത്? നമുക്കറിയില്ല പാണ്ടിയിലാണോ ദൂരെയാണോ എവിടെയാണോ. പിന്നെ ആ വണ്ടിക്കാരൻ ഒരു വിവരമില്ലാത്ത ഇതൊന്നും നമ്മുടെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. പറഞ്ഞ കാര്യം മനസ്സിലാക്കിക്കൂടെ? ഞങ്ങൾ എന്തിനും ജീവിക്കണം. അത് ഇങ്ങോട്ട് അടിക്കണം. നോക്കട്ടെ. എന്തോ എൻ്റെ നോക്കണം. അല്ലെങ്കിൽ എടുത്ത് നോക്കുന്നു. എനിക്കറിയാം. നിങ്ങളെ ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയും. ഇത് അത്ര എലി വരേണ്ട സാധനം. ഈ ഇവിടുത്തെ സാധനമൊക്കെ കറണ്ട് തിന്ന ഇങ്ങനെ കണ്ടോ. ഈ ഒന്നുകൂടെ എടുക്കണം. സ്കാനിങ് ചെയ്തെടുക്കണം. പറഞ്ഞാൽ എലി കരണ്ടി ആന കരണ്ടി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാശ് വേണമെങ്കിൽ 5000 വേണം. ഇതെന്ത് കിഡ്നിയുടെ ആണോ? അല്ല. ഇത് കിഡ്നിയുടെ ആണോ? നിങ്ങളല്ലേ നോക്കിയത്? എനിക്കറിയാം. പിന്നെ നിങ്ങൾ തരുവേ. ഞാൻ നോക്കിയിട്ട് അപ്പോഴേ ചികിത്സിക്കും. ഇത് നോക്കി. ഇതെന്തിനാണ് പുള്ളിയും പോലും കംപ്ലീറ്റ്. ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണ്ടേ? ഇനി ഇത് നിങ്ങൾ ഒന്നേന്ന് എടുക്കണ്ടേ? ഇത് മൊത്തം എടുക്കണമെന്ന് പറഞ്ഞാൽ മതി. വേറെ സംസാരിക്കുമ്പോൾ കണക്കാണ്. ഇതും എടുക്കണം. ഇത് പിന്നെയും കുഴപ്പമില്ല. എങ്കിലും ഒന്നുകൂടെ എടുക്കണം. നിങ്ങൾ 2 എടുക്കില്ല. 3 എണ്ണമായിട്ട് എടുക്കട്ടെ. 4500 അല്ലേ ഈ 3 കൂടെ? നിങ്ങൾക്ക് രോഗം ചികിത്സിക്കണോ തന്നെ? അല്ല ഇതിപ്പോ കണ്ടിട്ട് പോരെ. ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോരെ. മതി. അല്ല ഇത് കൊണ്ട് ഡോക്ടറെ അടുത്ത് എടുത്ത് ദൂരെ അറിയും പറഞ്ഞിട്ടുണ്ട്. അറിയുമെങ്കിൽ പിന്നെ അത് കൊള്ളാല്ലേ. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ ലായം ഇതൊക്കെ പഠിപ്പിക്കാൻ വന്നതാണ്. ന്യായം പഠിപ്പിക്കാൻ വരുന്നതല്ലേ. ഞാൻ പഠിപ്പിക്കുകയല്ലേ. പക്ഷെ നിങ്ങളൊരു മര്യാദയായിട്ട് പെരുമാറണം. രോഗിയുടെ കൂടെ വരുന്നവരുത്തായാലും രോഗിയെ എടുത്തായാലും ഞങ്ങൾ മര്യാദ നിങ്ങൾ ഡോക്ടറല്ലല്ലോ. പറഞ്ഞ എലികാരണ്ടി ആന കറണ്ട് നിങ്ങൾ പറയാം. ശരി തന്നെ. അത് ഡോക്ടർ കണ്ടില്ലല്ലോ. ഡോക്ടർ അറിയാലോ ചൂടനാണ്. തല വെട്ടു. തലയൊന്നും വെട്ടില്ല. നിങ്ങൾ നമ്മളെ പേടിപ്പിക്കുന്നു.
ഹെവി ബ്ലീഡിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ICUലോട്ട് മാറ്റണം. ബി ബ്ലോക്കിലേക്ക് പോകണം. ബി ബ്ലോക്ക് അറിയാലോ, അപ്പുറത്ത് അവിടെ കൊണ്ടുപോകണം. കാരണം സീരിയസ് ആണ്. ICUലായാലും പിന്നെ സീരിയസ് എല്ലാം കയറ്റുമോ? ആ ശബ്ദം കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞത്. ആ ചേട്ടാ പിടിച്ചോളേ, ഇഞ്ചക്ഷൻ എടുക്കാനാണ്. ഇത്തിരി വേദന എടുക്കും കേട്ടാ. ഓ നിങ്ങൾ പറഞ്ഞാൽ കൂടുതൽ വേദന വേറെ ഒന്നുമില്ല. എന്തിനു ചേട്ടാ? ഒന്നുമില്ല. പിന്നെ മരുന്ന് കളഞ്ഞേ? ഇല്ല, ഇത്തിരി വേദന എടുക്കാൻ. മോതാല കുറച്ച് ഒരു 15 മിനിറ്റ് ഇവിടെ ഇരിക്കണം കേട്ടാ. ഡോക്ടർ ബി ബ്ലോക്കിലേ ഉള്ളൂ. നിങ്ങൾ കുറെ നേരം കൊണ്ടേ പറയുന്നില്ലേ ബ്ലോക്കിൽ ബ്ലൂ ബ്ലാക്ക് അല്ല, പിന്നെ ബി ബ്ലാക്ക്. ബി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരത്തെ ചോദിച്ചാൽ ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോലെ ബി ബ്ലോക്കിൽ പോവുക. അതല്ല തുണ്ടുകൊണ്ട് വന്നു. അതേനാ ഡോക്ടർ പറഞ്ഞു ഈ ഇഞ്ചക്ഷൻ ഇവിടെ എടുക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. മനസ്സിലായോ? എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോന്നുള്ളത് അറിയാം. നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തു. നിങ്ങളെല്ലാം കഴിച്ചാ? എന്ത് കഴിച്ച്? 2 അപ്പവും 1 മുട്ടക്കറിയും. പോരെ, 2 ദിവസത്തേക്കുള്ള ആഹാരമായില്ലേ? പിന്നെന്ത്? ഈ രോഗിയെ നിങ്ങൾ എത്ര ബി ബ്ലോക്കിലെ കേട്ടാ? 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാളോ? അറിയാൻ വയ്യ, എവിടെയാണെന്ന് അറിയാൻ വയ്യ. അറിയാമോ? നിങ്ങൾക്ക് അറിയാലോ? ഇതിന് മോതലൊക്കെ ബി ബ്ലോക്കിൽ കൊണ്ടുവരണം കേട്ടാ. അറിയത്തില്ല. ആ പിന്നെ വന്നു. വന്ന ആളിന്റെ ആ ചീട്ടൊക്കെ ഞാൻ റിസൾട്ട് കൂടി എടുക്ക്. ശരി, വിളിക്കും കേട്ടാ. വന്നായിരുന്നു ഇത് അവരെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് എഴുതി തന്ന ഇത് വെച്ചാൽ ഇത് ചോദിക്കും തരണം കേട്ടാ. നിങ്ങളാളിപ്പം പേഷ്യൻ്റ് ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ. അടുത്ത വിളിക്കുമ്പോൾ വരണം. രോഗി മാത്രം വന്നാൽ മതി. മറ്റുള്ളവരുടെ സ്റ്റേ കേട്ടാ. അല്ല, ഇത് മൂന്നാമത്തെ സിസ്റ്റർമാരെന്ന് ഇത് ഇച്ചിരി കഷ്ടം തരുന്നുണ്ട്. ഒരു മാന്യതയില്ലാത്തൊരു പ്രവർത്തനം ഇവരെന്താ. പിന്നെ നിങ്ങൾ അങ്ങ് ചെല്ലേ. ഞാൻ അങ്ങോട്ട് ഡോക്ടറിനെ കണ്ടിട്ട് വരാം. ബിനു അല്ലേ? ചത്തവൻ്റെ നെഞ്ചി വെച്ച് തന്നെ എഴുതാം. അത് തന്നെ. ബ്ലൂടൂത്ത് കാതിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ആക്സിഡൻ്റ് ആയിട്ട് ബ്ലൂടൂത്ത് കാത്തിട്ടുണ്ട്. അത് എടുക്കണ്ട. പിന്നെ സിസ്റ്ററേ, മരിച്ചവരുടെ ബോഡിയിൽ നിന്നേ ഇതാ ഈ ജീവൻ പോകാൻ കുറെ താമസിക്കുന്ന പറഞ്ഞു. 7 ദിവസമൊക്കെ ആവുന്നല്ലേ പറയാ. ഇപ്പൊ എന്ത് ചെയ്യാൻ? ഇവിടെ കിടക്കട്ടില്ലേ കുറച്ചു നേരം? അവരെ വിളിച്ചോണ്ടിരാൻ പറയാം. ബന്ധുക്കളെ വരുമെന്നല്ലേ പറഞ്ഞ അയാൾ പറഞ്ഞിട്ട് പോയാണ്. അയാൾ മുങ്ങിയ ഇനിയിപ്പോ നമ്മള് ഫോൺ നമ്പർ ആരുടെയാണെന്ന് പോലും അറിയില്ല. നേരത്തെ വിളിച്ചിട്ട് കിട്ടിയതൊന്നുമില്ലായിരുന്നു. എനിക്കിനി മോർച്ചൊരു ഒറ്റയ്ക്കാണ്. ഞാൻ ഇന്നാൾ പേടിച്ചത് സത്യം പറഞ്ഞ. എനിക്ക് കവരം നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവർ 2 ഇരിക്കണോണ്ട് ഞാൻ നിൽക്കണം. അല്ല ഞാൻ എടുക്കണം. നിങ്ങൾ 7 ദിവസം വരെ ഉണ്ടെന്ന് അങ്ങ് അവന്മാർ ഇവിടെ വെക്കാനല്ലേ പറഞ്ഞു. ഞങ്ങൾ എന്ത് ശരിക്കും ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് പറയാം. എനിക്ക് എന്തായാലും ബോഡിയുടെ കൂടെ ഇവിടെ നിൽക്കാൻ പറ്റൂല. ഇത് നമുക്ക് ഇത് എഴുതി കൊടുക്കണം. നമ്മളെ ഗതികേട് അറിയാം. ഇന്ന് ചിലപ്പോ ഇതിന്റെ കൂടെ നിങ്ങൾ നിൽക്കുവോ കേട്ടോ. എനിക്ക് കൊച്ചിനും കൂടെ എന്നാ അത് ഇങ്ങനത്തെ ഒക്കെ ബോഡികൾ കൂടെ നിൽക്കാൻ പറ്റൂല. ഞാൻ പറയാമല്ലോ. എന്നാലും ഇതവരുടെ ബോഡിയുടെ കൂടെ ഇരുന്ന് അവസാനം ഞാൻ ഇരുന്ന് സത്യം പറഞ്ഞ 1 മാസം വെള്ളം കുടിച്ചില്ല. അവിടെ ഇരുന്നപ്പോൾ എൻ്റെ കഴുത്തിൽ കയറി ഞെക്കിയ പോലെ എനിക്ക് തോന്നി. അങ്ങനെ അവിടെ ഡോക്ടർ മറ്റേ വിസിറ്റിംഗ് ആരോ വന്നേക്കെന്ന് പറഞ്ഞ് ഇതിനകത്ത് തള്ളി വയ്ക്കാൻ പറഞ്ഞ അവരൊക്കെ പോയിട്ട്
ചെയ്യുന്ന സത്യം പറഞ്ഞാൽ രാത്രി നിൽക്കാൻ പറ്റില്ലെന്ന്. ഒന്നാമത് ഈ മറ്റേ സാധനമൊക്കെ ഉള്ള സ്ഥലമാണ്. ഒന്നാമത് ഇത് ആക്സിഡന്റ് ആണ്. പെട്ടെന്നൊന്നും ഈ ബോഡിയിൽ നിന്ന് അങ്ങ് വിട്ടു പോകില്ല, മനസ്സിലായില്ലേ? നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് പഠിപ്പിക്കുന്ന സംഭവം ബോഡി നമ്മുടെ ഓരോ ക്രോമസോമിലെയും ജീവൻ പോകുമ്പോൾ ഓരോ മണിക്കൂറുകൊണ്ട് ഓരോ ക്രോമസോം അറിയാം. ക്രോമസോം കൊണ്ടാണ് നമ്മൾ ഈ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബോഡിയിൽ ഇങ്ങനെ നമ്മൾ മരിച്ചാലും നമ്മുടെ ഹാർട്ടിൽ ഇത് പോവേ ഉള്ളൂ. നമ്മളെ പഠിപ്പിക്കണമാണ്. ഞാനിപ്പോൾ അടുത്ത മാസം ഡോക്ടറാവാണ്. ഈ ക്രോമസോമിൽ പിന്നെ എനിക്ക് അടുത്ത മാസം ഡോക്ടർ ആവണ്ടേ. അച്ഛനമ്മ ആഗ്രഹത്തോടെ പഠിപ്പിച്ചാണ്. പഠിച്ച് ഞാൻ ഈ ഗതികമായി. സിസ്റ്റർ കൂടെ ഇവിടെ നിന്നോ? ആ രോഗി വിളിച്ചു നിക്ക് സിസ്റ്ററെ, നിക്ക് പോലെ ഓടി ചാടി എണീറ്റ് കിടത്തി ബോഡി ജീവനുണ്ടായിരുന്നു. സാബു അല്ലേ പേര്? ഓ എൻ്റെ പേര് സാബു. നിങ്ങൾ ഓമയക്കോടിലെ ആളല്ലേ? ഓ കൗമുദിയിലെ. അവൻ്റെ ഇവിടെ ഓമയക്കോടിൻ്റെ ആളാണോ? അതെ. നിങ്ങൾ എന്താ പരിപാടി ഇവിടെ കൊണ്ട് കാണിച്ചേ? എന്തിട്ടി? പുള്ളി ആരാ? പുള്ളി എൻ്റെ സുഹൃത്ത് തന്നെ. സുഹൃത്താണോ നിങ്ങൾ? ചേട്ടാ ഇത് മറ്റേ പ്രോഗ്രാം ചെയ്യുന്ന ആളല്ലേ ഓമയക്കോടല്ലേ? അല്ലേ? ആണോ? ആണ്. അപ്പോൾ ഇതെല്ലാം ഓമയക്കോടാണ്? ഇതെല്ലാം ഓമയക്കോടായിരുന്നു. പറഞ്ഞിട്ട് ചെയ്യണ്ടേ ചേട്ടാ? ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഹലോ ഹലോ, എന്ത് ക്യാമറ വെച്ചേക്കണം അതിനകത്ത്? അവിടെ ക്യാമറ ഉണ്ട്. പൊടിക്ക്. ഹോസ്പിറ്റലിലൊക്കെ നമ്മളിങ്ങനെ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതേപോലുള്ള ഒരു അനുഭവമാണ് ഇപ്പം ചേട്ടൻ പ്രതികരിച്ചു. അങ്ങോട്ട് പ്രതികരിച്ചെന്നാൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള നഴ്സുമാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ക്ലൈമാക്സ് ഞങ്ങൾ ഇങ്ങനെ തീർത്തെങ്കിലും അതിൻ്റെ ശരിക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ രോഗികളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഒരിക്കലും ഒരാൾ പോലും പെരുമാറാൻ പാടില്ല. ചേട്ടൻ അനുഭവമാണിത്. എങ്ങനെയുണ്ട് ചേട്ടാ ഈ പ്രോഗ്രാം? മനസ്സിലായോ ഇപ്പം പ്രോഗ്രാം? ആശുപത്രിയുടെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് അത്രയും ഇത് ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഫീൽ ചെയ്തു. അദ്ദേഹത്തിന് വേറെ പറഞ്ഞെങ്കിലും ഇപ്പം എനിക്ക് വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ റാങ്ക് ഷോ അരങ്ങേറിയത് മാലിക് മെമ്മോറിയൽ ഹോസ്പിറ്റൽ കുളമടയാണ്. മാലിക് മുഹമ്മദ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ MD ആയ അബ്ദുൾ ഷരീഫ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹോസ്പിറ്റലിനകത്ത് ഒരു രോഗിയും കൊണ്ടുവരുമ്പോൾ കൂടെ വരുന്നയാൾ സ്ട്രോങ് ആയിരുന്നാൽ ഇന്ന് ഇവിടെ നടന്നതൊക്കെ സംഭവിക്കും. അതൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? അതെ, വിജയൻ ചേട്ടാ തകർത്തുള്ള നേട്ടം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇത്രയും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പുള്ളി പറയാന്ന് പറഞ്ഞാൽ രോഗികളോട് ഇങ്ങനെ ഒന്നും ബിഹേവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ചേട്ടാ ഇങ്ങനെ അനുഭവം ഉണ്ടോ? അനുഭവമില്ല.
പക്ഷേ ഞാൻ ഇത് പുള്ളി ഇങ്ങനെ അനി പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കൊരു ഇതായി. കാരണം സുഖമില്ലാത്ത ഒരാളാണ്, എന്തോ അസുഖമൊന്നും പറഞ്ഞില്ല, ഇപ്പോൾ താങ്ങി ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ ഈ എലി കരണ്ടതൊക്കെ ഈ ഫിലിമിൽ എറിഞ്ഞു കരണ്ടതൊക്കെ അതിനാണ് തുണ്ട് എന്നിട്ട് വണ്ടിക്കാരൻ്റെ കയ്യിലായിപ്പോയി തുണ്ട് വേഗം കൊണ്ടുപോയി കൊണ്ടങ്ങ് പൊക്കളഞ്ഞു. അല്ല ഇതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട്, ഈ ഹോസ്പിറ്റലിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ബി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിടുന്നത് രേവതി സിനിമാസ് പാരിപ്പള്ളി. ആ ബി ബ്ലോക്ക് സെറ്റ് ചെയ്തിരുന്നത് അവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ MD ഉണ്ട് സൂരജ് സാർ. അപ്പോൾ അദ്ദേഹത്തിനും ഞങ്ങൾ നന്ദി പറയണം, അല്ലേ പ്രാഞ്ചേട്ടാ? അദ്ദേഹത്തിൻ്റെയും നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിനിടയ്ക്ക് ആംബുലൻസ് സർവീസ് ഉണ്ടായിരുന്നു. ആംബുലൻസ് മാഷാള്ള പാരിപ്പള്ളി ആംബുലൻസിൻ്റെ ഓണർ അർജുൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും നമ്മൾ നന്ദി പറയണം. അതുപോലെ തന്നെ നിങ്ങളെ ടൈമിങ് സതീഷ് ഏട്ടന് പറയാതിരിക്കാൻ നോക്കില്ല. സതീഷ് ഏട്ടനാണ് ഇതെല്ലാം ഫുൾ അറേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കറക്റ്റ് അതേ ഇതിൽ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം നിന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കാം. ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന, അതായത് നമ്മളെ പ്രാങ്ക് ചെയ്യുന്ന ആൾക്ക് നമ്മളൊരു കൗമുദിയുടെ വകയായിട്ട് ഒരു ക്യാഷ് പ്രൈസ് നമ്മൾ നൽകുന്നുണ്ട്. ആദ്യം ചേട്ടൻ ഇത് പിടിക്കുക. അപ്പോൾ കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. ആ സമ്മാനങ്ങൾ ഷെരീഫ് സാറ് കൊടുക്കുന്നുണ്ട്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം, ലിബാസ് ലേഡീസ് ആൻഡ് കിഡ്സ് മാൾ പള്ളിക്കൽ നൽകുന്ന സമ്മാനം, പീപ്പിൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, സെല്ലുലാർ സിറ്റി നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം, ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. ഇതുപോലെ നിങ്ങൾക്കും ഒരു അനുഭവം ഈ ഹോസ്പിറ്റലിൽ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച ഒരു അനുഭവം ഉണ്ടാവില്ലേ? അതെ. ചിലരുടെ പെട്ടെന്നുള്ള മുൻദേഷ്യം ഇതൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല. നമ്മുടെ മാലിക് മുഹമ്മദ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇല്ല. ഞങ്ങളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. എന്തായാലും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.